الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إنما أدعو ربي ولا أشرك به أحدا ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം സന്തോഷത്തിലും സങ്കടത്തിലും പ്രയാസത്തിലും എളുപ്പത്തിലും ലാഭത്തിലും നഷ്ടത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും ഏതൊക്കെ വഴികളിലൂടെ ജീവിതം കടന്നുപോകുന്നുണ്ടോ അവിടെയൊക്കെ അള്ളാഹുവിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചു ജീവിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഭൗതിക ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതാണ്? ഏതിനും എന്തിനും ഉത്തരം കിട്ടുന്ന കാലത്ത് ഈ ചോദ്യത്തിന്റെ ഉത്തരം അത്ര പ്രയാസകരമാവുകയില്ല. വളരെ ചെറിയ ഒരു മില്ലിഗ്രാമിന് ട്രില്യൺ കണക്കിന് ഡോളർ ചെലവഴിക്കേണ്ടി വരുന്ന അപൂർവ വസ്തുക്കൾ ഈ ലോകത്തുണ്ട്. ബഹിരാകാശ കേന്ദ്രവും മക്കയിലെ വിശുദ്ധമായ മസ്ജിദുൽ ഹറമുമൊക്കെ ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു വസ്തു അവന് വിലപിടിപ്പുള്ളതാകുന്നത് അതവന്റെ ജീവിതത്തെ എത്രമേൽ ബാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. വായിലൂടെ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ മൂക്കിലൂടെ താഴോട്ടിറക്കിയ ട്യൂബിലൂടെ ഉറ്റിച്ചു കൊടുക്കുന്ന വെള്ളം കൊണ്ട് ജീവിതം നിലനിർത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ സമ്പത്ത് അവൻ എത്രയും ചെലവഴിച്ചേക്കും, ഒരു തുള്ളി വെള്ളം അവന്റെ തൊണ്ടയിലൂടെ ഇറക്കാനുള്ള ഒരു കഴിവ് അവന് കിട്ടാൻ വേണ്ടി. വളരെ ചെറുപ്പത്തിലെ അപകടങ്ങളോ രോഗങ്ങളോ വീൽ ചെയറിലേക്ക് മാറ്റപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവൻ എത്രയും ചെലവഴിച്ചേക്കും സ്വന്തമായിട്ട് കാലെടുത്തു വെച്ച് ഒരടി നടക്കാനുള്ള ഒരു കഴിവിന് വേണ്ടി.
വർഷങ്ങളായി തളർന്നു കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒന്ന് എഴുന്നേറ്റിരിക്കാനുള്ള കഴിവിന് വേണ്ടി അയാൾ എത്രയും ചെലവഴിച്ചേക്കും. അങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരു വസ്തു വിലമതിക്കാനാവാത്തത് അത് അവനുമായി ബന്ധപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിലെ വളരെ ചെറിയ ഒരു സമയത്തുള്ള ജീവിതം, അതിനപ്പുറം ഒരിക്കലും അവസാനിക്കാത്ത പാരത്രിക ലോക ജീവിതത്തിലെ ജീവിതം അഥവാ യഥാർത്ഥ ജീവിതം. ഈ രണ്ട് ജീവിതത്തെയും തിരിച്ചറിയുകയും ഈ രണ്ട് ജീവിതത്തിലും വിശ്വസിക്കുകയും ഈ രണ്ട് ജീവിതത്തിന്റെയും അവസ്ഥകളെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ന് പറയുന്നത് പാരത്രിക ജീവിതത്തിൽ, ശാശ്വതമായ ജീവിതത്തിൽ, നഷ്ടമില്ലാത്ത, വേദനകളില്ലാത്ത അനന്തമായ ജീവിതത്തിൽ സൗഖ്യത്തോടുകൂടി ജീവിക്കാൻ സഹായിക്കുന്നത് എന്തോ അതാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഈ ആയത്ത് ഹദീസ് പഠിപ്പിച്ചു തരുന്നുണ്ട്. അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. ഖാല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് പറഞ്ഞു, യാ റബ്ബി അല്ലിംനി ശൈഅൻ അദ്കുറുക ബി വഅദ്ഉക ബി. അല്ലാഹുവേ, എനിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരണം. ആ കാര്യം, ആ വാചകം ഉപയോഗിച്ച് നിന്നെ ഓർക്കാനും നിന്നോട് പ്രാർത്ഥിക്കാനും എനിക്ക് ഉപകരിക്കുന്ന ഒരു വാചകമാവണം അത്. അത്തരമൊരു വാചകം എനിക്ക് പഠിപ്പിച്ചു തരണം. ഖാല, അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞു, യാ മൂസ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മതിയാകും. ഖാല, അപ്പൊ മൂസാ നബി പറഞ്ഞു, യാ റബ്ബി കുല്ലു ഇബാദിക യഖൂലു ഹാദാ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാരും പറയുന്നതാണ്. നിന്റെ അടിമകളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത്തിരി വ്യത്യസ്തമായ ഒരു വാചകം പഠിപ്പിച്ചു തരണം. ഖാല, അപ്പോഴും അല്ലാഹു പറഞ്ഞു, യാ മൂസ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മതി. ഖാല, അപ്പൊ മൂസാ നബി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹ ഇല്ല എന്ന് റബ്ബേ എനിക്ക് നല്ല ഉറപ്പാണ്. എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഒരു സംശയമല്ല. പക്ഷേ ഇന്നമാ ഉരീദു ശൈഅൻ തഖുസ്സനി ബി. ഞാൻ ചോദിക്കുന്നത് മറ്റുള്ളവരൊന്നും ഉപയോഗിക്കാത്ത, എനിക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന, എനിക്ക് മാത്രം അറിയുന്ന, ഞാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ഖാല, അള്ളാഹുവിന്റെ മറുപടി ശ്രദ്ധിച്ചു കേൾക്കണം. യാ മൂസ, ഏ മൂസ, ലൗ അന്ന സമാവാതി സബ്അ വആമിറഹുന്ന ഗൈരി വൽ അറാളീന സബ്അ. മൂസ, ഈ പ്രപഞ്ചവും അതിലെ സകല വസ്തുക്കളും, ആകാശവും ഭൂമിയും കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ഒരു കയ്യിലും വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറു കയ്യിലും വെച്ചാൽ, യാ മൂസ മാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസ, മാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും വെച്ച ആ കയ്യിനേക്കാൾ ഭാരം കൊണ്ട് താഴ്ന്നു പോകും മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച കൈ. എന്റെ പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറും ഒരു വാക്കല്ല. അത് പ്രകടനങ്ങളിൽ മുദ്രാവാക്യം വിളിക്കാനുള്ള ഒരു മുദ്രാവാക്യമല്ല. യാചകർക്ക് സാന്നിധ്യം അറിയിക്കാനുള്ള ഒരു ദിക്റിന്റെ കഷ്ണമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വില കൂടിയ വസ്തുവാണ്.
അതറിയണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. പ്രവാചകൻ പറഞ്ഞു, ഈ ലോകത്തിലെ മുഴുവൻ സ്വത്തും, എത്ര കോടീശ്വരന്മാര്, എത്ര സാധാരണക്കാര്, എത്ര ബിസിനസ്സുകാര്, ഈ ലോകത്ത് ജീവിക്കുന്ന 800 കോടി മനുഷ്യന്മാരുടെ സ്വത്തും സ്വരൂപിച്ചു വെക്കുക. ആ സ്വത്തുമായി നിങ്ങൾ സ്വർഗം വാങ്ങാൻ ചെന്നാൽ ബാംഗ്ലൂരിൽ പട്ടണത്തിൽ വഴിയോരത്ത് ഒരു സെന്റ് ഭൂമിക്ക് എന്താ വില? ഒരു സ്ക്വയർ ഫീറ്റ് ഭൂമിക്ക് എന്താ വില? ഈ ഭൂമിയിലെ സകല സ്വത്തുമായി നിങ്ങൾ സ്വർഗത്തിന് വില പറയാൻ ചെന്നാൽ, പ്രവാചകൻ പറയാട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സ്വത്തും നിങ്ങൾ കൊടുത്താലും സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം സ്വന്തമാക്കാൻ ആ പണം മതിയാവുകയില്ല. ചാട്ടവാർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഒരു വടിയാണത്. ആ വടിയുടെ തലക്കൽ ഒരു കയറാണ്, ഒരു മുഴം വലിപ്പമുള്ള ഒരു വടി. ആ വടിയുടെ തലക്കൽ ഒരു കയറ്. പണ്ട് കാലത്ത് അടിമകളെ അടിക്കാനും നാൽക്കാലികളെ തെളിക്കാനും ഉപയോഗിച്ചിരുന്ന ഒരായുധം. പുതിയ തലമുറയ്ക്ക് വേണ്ടി പറയാൻ, ആ ചാട്ടവാറ് ചാരി വെക്കാൻ, ഒരു വിരല് ചാരി വെക്കാനുള്ള സ്ഥലം മതി. അത്രയും സ്ഥലം സ്വർഗത്തിൽ സ്വന്തമാക്കാൻ ഒരു ഭൂമിയിലെ മുഴുവൻ സമ്പത്തിനും സാധിക്കൂല. എന്നിരിക്കെ അൻ അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാനി ജിബ്രീൽ, അതാനി ജിബ്രീൽ, എന്റെ അടുക്കൽ ജിബ്രീൽ വന്നു. ഫബശ്ശറനി, അദ്ദേഹം എനിക്കൊരു സന്തോഷ വാർത്ത അറിയിച്ചു തന്നു. പ്രവാചകനെ സംബന്ധിച്ച് പ്രവാചകന്റെ സന്തോഷങ്ങൾ പ്രവാചകന്റെ വ്യക്തിപരമായ സന്തോഷങ്ങളല്ല, പ്രവാചകന്റെ കുടുംബപരമായ സന്തോഷങ്ങളല്ല. പ്രവാചകനെ സംബന്ധിച്ച് പ്രവാചകന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഈ ഉമ്മത്തുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മരണസമയത്ത് പോലും, മരണത്തിന്റെ വേദനയിലും പ്രവാചകൻ കരഞ്ഞത് സ്വന്തം വേദനയിലല്ല. ഉമ്മത്തി അസ്വലാത്ത്, അസ്വലാത്ത്, എന്റെ സമൂഹമേ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കരുത് കേട്ടോ എന്ന വ്യാകുലതയോടെയാണ് അള്ളാഹുവിന്റെ ഹബീബ് ഈ ലോകത്തിൽ നിന്ന് യാത്ര ചോദിച്ചത്. പ്രവാചകന്റെ സന്തോഷം. ഫബശ്ശറനി, ജിബ്രീൽ എനിക്കൊരു സന്തോഷ വാർത്ത അറിയിച്ചു. എന്താ അറിയോ? അന്നഹു മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈആ, മൻ മാത, അന്നഹു മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈആ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമായിട്ട് അംഗീകരിച്ച് അതിന് വിരുദ്ധമായ യാതൊന്നും പ്രവർത്തിക്കാതെ ഒരാൾ മരിച്ചുപോയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. മനസ്സിലായോ? ലോകത്തിലെ മുഴുവൻ സമ്പത്തുമായി ചെന്നാൽ ഒരു വടി ചാരി വെക്കാനുള്ള ഭൂമി പോലും സ്വർഗത്തിൽ സ്വന്തമാക്കാൻ സാധിക്കില്ല എന്നിരിക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി അള്ളാഹുവിന്റെ മുമ്പിലെത്തുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാവും. അനന്തമായ സ്വർഗത്തിൽ. എത്രയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ വില? നമ്മളൊക്കെ ജീവിതത്തിന്റെ ഓർമ്മ വെച്ച കാലം മുതലേ അധ്വാനത്തിലാണ്, കഠിനാധ്വാനത്തിലാണ്. കുടുംബവും മക്കളും ജീവിതത്തിലെ സ്വപ്നങ്ങളും ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും നല്ല നാളുകളുമൊക്കെ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ അധ്വാനിക്കുകയാണ്. എന്തിന്? 10 സെന്റ്, ഒരു വീട്, ഒരു കാറ്, ഇത്തിരി പണം, ഇത്തിരി സുഖം, അത് നേടാനുള്ള കഠിനാധ്വാനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ആ അധ്വാനത്തിൽ കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന സകലമായ സമ്പത്തിനേക്കാൾ ഒരുപാട് മേലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ, പ്രവാചകൻ ഈ കാര്യം സന്തോഷത്തോടെ പറഞ്ഞപ്പോ ഖുൽതു, ഞാൻ ചോദിച്ചു. ആരാണ് ഞാൻ? അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാക്ക് പറഞ്ഞപ്പോ, ഏത് വാക്ക്? ജിബ്രീൽ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹയോടെ മരിച്ചുപോയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഖുൽതു, ഞാനത് പറഞ്ഞപ്പോ നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു സംശയമല്ലേ? അതേ സംശയം അബൂദറിന്റെ മനസ്സിലും. അബൂദർ ചോദിക്കുകയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, വഇൻ സനാ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച മനുഷ്യൻ ജീവിതത്തിൽ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലോ?
വഇൻ സറഖ, അവൻ ജീവിതത്തിൽ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിലോ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് ശിർക്ക് ചെയ്യാതെ ജീവിച്ച ഒരു മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ മറ്റുള്ള തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കുമോ? പ്രവാചകന്റെ മറുപടി നഅം, നഅം, അവൻ സ്വർഗത്തിൽ കടക്കും. എങ്ങനെ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ എന്ത് തെറ്റും ചെയ്യാനുള്ള ലൈസൻസ് ആണോ അത്? അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടോ, യഖ്റുജു മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിഹി വസ്നു ശഈറത്തിൻ മിൻ ഖൈരിൻ ويخرج من النار من قال لا إله إلا الله وفي قلبه وزن برة من خير ويخرج من النار من قال لا إله إلا الله وفي قلبه وزن ذرة من خير. എന്താ പറഞ്ഞറിയോ? ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കുറ്റകൃത്യങ്ങളുണ്ട്, അവന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, അവൻ ശിർക്ക് ചെയ്തിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, അതോടൊപ്പം അവന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളുണ്ട് എങ്കിൽ ആ തെറ്റുകളുടെ ശിക്ഷ, അതിനല്ലാഹു അവന് നിശ്ചയിച്ച കാലാവധി അവൻ നരകത്തിൽ പൂർത്തിയാക്കും. ആ നരകത്തിൽ അവന്റെ തെറ്റിന്റെ ശിക്ഷയുടെ കാലാവധി അവൻ പൂർത്തിയാക്കുന്ന മുറക്ക് അല്ലാഹു അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലെത്തും. അവസാനം ഒരു തരി, ഒരിത്തിരി ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, കളങ്കമില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ, അവന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു വില നോക്കാണ് നിങ്ങൾ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്രമാത്രം വിലപ്പെട്ടതാണ് നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വലിപ്പം നോക്കി നിങ്ങൾ. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല سمعت النبي صلى الله عليه وسلم يقول سمعت النبي صلى الله عليه وسلم يقول റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. എന്താ പ്രവാചകൻ പറഞ്ഞത്? നിങ്ങൾ മാ മിൻ മുസ്ലിമിൻ യമൂതു فيقوم على جنازتي 40 رجلا لا يشركون بالله شيئا إلا شفعوا فيه. എത്ര വലിയ കാര്യം പറഞ്ഞാൽ നിങ്ങൾ. ഇപ്പൊ നമ്മളൊക്കെ മരിച്ചാല് നമുക്ക് വേണ്ടി മന്ത്രിമാര്, നേതാക്കള്, ഒരുപാട് ആളുകള്, പള്ളി നിറയെ മനുഷ്യന്മാര്, അവർ മയ്യത്ത് നിസ്കരിച്ചാൽ കിട്ടാത്ത നേട്ടം 40 ആളുകൾ. നോക്കൂ പ്രവാചകന്റെ വാക്ക്. ഒരാൾ മരിച്ചു, മാമിൻ മുസ്ലിമിൻ യമൂതു, ഒരു മുസ്ലിം മരിച്ചു, ഫയഖൂമു അലാ ജനാസതി, അവന്റെ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാൻ നിൽക്കുന്നുണ്ട് 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈഅ, അല്ലാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാത്ത 40 ആളുകൾ, 40 ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ. അല്ലാത്തവര് 400 4000 40000 4 ലക്ഷം ഉണ്ടായിക്കോട്ടെ, അതുകൊണ്ട് കാര്യങ്ങളില്ല. 40 ആളുകൾ തൗഹീദുള്ളവർ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചാൽ ഇല്ലാ ശുഫിഉ ഫീഹി, അവരുടെ ശുപാർശ അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല. എന്താ ശുപാർശ? മയ്യത്ത് നിസ്കാരത്തിൽ മയ്യത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥന റബ്ബിനോടുള്ള ശുപാർശയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ ഈ സാധുവിന് പുറത്തു കൊടുക്കണം, വർഹംഹു, അല്ലാഹുവേ കരുണ കാണിക്കണം. അല്ലേ? നമ്മളങ്ങനെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 40 ആളുകള് തൗഹീദുള്ള ആളുകള്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകള് ഒരു മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ അതൊരു നേട്ടം. അതുകൊണ്ട് പരസ്പരം പറഞ്ഞു വെക്കണം തൗഹീദുള്ളവരോട്, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങൾ ഉണ്ടാവണം കേട്ടോ. അതൊരു വസിയത്തായി തൗഹീദുള്ളവരോട് പറഞ്ഞു വെക്കുക. വലിയ ഖാദിമാരും വലിയ നേതാക്കന്മാരും ഒരുപാട് ആളുകളും ഒരുപാട് മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ ഇല്ലാതെ ആരത് ചെയ്തിട്ടും ഒരു നിർവാഹമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വില നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. നോക്കൂ പ്രവാചകൻ വീണ്ടും പറയട്ടോ, അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് എന്റെ ശുപാർശ ലഭിക്കുവാൻ ഏറ്റവും സൗഭാഗ്യന്മാരായ മനുഷ്യന്മാർ നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശുപാർശയുണ്ട്. ആ ശുപാർശ കിട്ടുവാൻ ഏറ്റവും ഭാഗ്യവാന്മാരായ മനുഷ്യന്മാർ, അവർക്ക് അത് കിട്ടൂ. അവരാരാന്നറിയങ്ങള്?
മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖിബലി നഫ്സി, മനസ്സിന്റെ ഉള്ളില് കളങ്കമില്ലാതെ ദൃഢമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാരോ അവർ മാത്രമാണ് നാളെ പടച്ച റബ്ബിന്റെ മഹ്ശറയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശുപാർശക്ക് അനുമതി ലഭിക്കുന്ന ഭാഗ്യവാന്മാരായ മനുഷ്യന്മാർ. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയാൻ, ഏതൊരു മനുഷ്യന്റെ ഈ ഭൂമിയിലെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ മൻ കാന ആഖിറു ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, എവിടെ വെച്ച് എങ്ങനെ മരിക്കട്ടെ, തിരക്ക് പിടിച്ച ഈ ലോകത്ത് ജീവിതത്തിന് വേണ്ടി ഓടിപ്പോകുമ്പോ ചക്രങ്ങൾക്കടിയിലോ അപകടങ്ങളിലോ രോഗങ്ങളിലോ എവിടെ മരിക്കട്ടെ, എങ്ങനെ മരിക്കട്ടെ, അവസാനമായി അവന്റെ ചുണ്ടുകൾ ചലിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു വാക്കിന്റെ മേലാണെങ്കിൽ ദഖലൽ ജന്ന, ആ വാക്കിന്റെ പ്രത്യേകത ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. പ്രവേശിക്കുന്നല്ല പറഞ്ഞേ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും നമ്മുടെ ജീവിതത്തില് വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കാനും സമ്പാദിക്കാനും അതിന്റെ ഉടമസ്ഥരാവാനും പെടാപാടുപെട്ട് കഷ്ടപ്പാടുപെട്ട് ഉറക്കമൊഴിച്ച് ജീവിതം മാറ്റിവെച്ച് പട്ടിണി കടന്ന് കഠിനാധ്വാനം ചെയ്യുമ്പോ മറക്കരുത്, ഈ ഭൂമിയിൽ എനിക്കും നിങ്ങൾക്കും നേടാൻ സാധിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സംഗതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകത്തേക്ക് അള്ളാഹു 1,00,000-ലേറെ പ്രവാചകന്മാരെ പറഞ്ഞയച്ചപ്പോ ഈ ലോകത്തിലെ മനുഷ്യരെ ഏറ്റവുമേറെ സ്നേഹിക്കുന്ന റബ്ബ്, കാരുണ്യവാനായ റബ്ബ് മനുഷ്യർക്ക് കൊടുത്തയച്ച സമ്മാനം തരങ്ങള് വീടിന്റെ ആധാരോ ജോലിയുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പണത്തിന്റെ കെട്ടോ ഒന്നുമല്ല. ഈ ലോകത്തിലെ മനുഷ്യർക്ക് എക്കാലത്തും കൊടുക്കുവാൻ അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചപ്പോ ആ പ്രവാചകന്മാരുടെ കയ്യിൽ കൊടുത്തുവിട്ടത് എന്താ? أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് എല്ലാ പ്രവാചകന്മാരുടെ കയ്യിലും. 1,00,000-ലേറെ പ്രവാചകന്മാർ, അവരുടെ കയ്യിലൊക്കെ ജനങ്ങൾക്ക് കൊടുക്കാൻ കാരുണ്യവാനായ റബ്ബ് കൊടുത്തുവിട്ട ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ ജീവിതത്തിൽ എന്റെ ആരാധനകൾക്ക്, എന്റെ പ്രാർത്ഥനകൾക്ക്, എന്റെ സഹായാർത്ഥനകൾക്ക്, എന്റെ ജീവിതത്തിൽ ആരാധനകളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും പടച്ച റബ്ബല്ലാതെ മറ്റൊരാൾ, അല്ലാഹുവേ എന്ന പേരല്ലാതെ ഒരു സൃഷ്ടിയുടെ പേരും ഖുൽ, നീ പ്രഖ്യാപിക്കണം, ഇന്നമാ അദ്ഉ റബ്ബി. ഇന്നമ എന്ന അറബി പദത്തിന്റെ ഗ്രാമർ ഒന്ന് പഠിച്ചു നോക്കേണ്ടി. ഇന്നമ, തീർച്ചയായും, ഒരു ഇളക്കമില്ലാത്ത ഉറപ്പുള്ള ഇന്നമ, തീർച്ചയായും, അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രം പ്രാർത്ഥിക്കും, എന്റെ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യും, എന്റെ റബ്ബിനോട് മാത്രം സഹായം തേടും. വലാ ഉശ്രികു ബിഹി അഹദ, ആ റബ്ബിനോടുള്ള പ്രാർത്ഥനയിൽ, ആ റബ്ബിനുള്ള ആരാധനയിൽ, ആ റബ്ബിനോടുള്ള സഹായാർത്ഥനകളിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന് ഖുൽ, നബിയെ നീ പ്രഖ്യാപിക്കുക. ആ പ്രഖ്യാപനമാണ് 5 നേരത്തെ നിസ്കാരത്തിലും അല്ലാത്ത സമയത്തും നെഞ്ചത്ത് കൈവച്ച് ഒളുവെടുത്ത് കിബിലക്ക് നേരെ തിരിഞ്ഞ് പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ഒരു ദിവസത്തിൽ എത്ര വട്ടം ആ പ്രസ്താവന പുതുക്കുന്നു? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക, നിന്നെ മാത്രം, നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക, നിന്നോട് മാത്രം, നസ്തഈൻ, ഞങ്ങൾ സഹായങ്ങൾ തേടുന്നു. അല്ലേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റബ്ബ് ഈ ലോകത്ത് നമ്മളെ ഏൽപ്പിച്ച ഏറ്റവും വിലപ്പെട്ട സംഗതിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും നിങ്ങളും ഈ ഇസ്ലാം മതത്തിൽ നിലനിൽക്കുന്നത് കുടുംബത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ വിദ്യാഭ്യാസത്തിന്റെയോ യോഗ്യതയുടെയോ അടിസ്ഥാനത്തിലല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിലാണ്. ആർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ അവൻ മുസ്ലിമാണ്. ആർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലേ അവൻ ആ വൃത്തത്തിന്റെ പുറത്താണ്.
തുടക്കം മുതൽ ഉണ്ടാവണം, ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണം. അവസാനമായി ഈ ഭൂമിയോട് യാത്ര ചോദിക്കുമ്പോൾ വരണ്ട ചുണ്ടുകൾ അവസാനമായിട്ട് ഇളകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാവണം, അതിനു വേണ്ടിയാവണം ജീവിതം. അങ്ങനെ ആയിരിക്കാൻ കഠിനമായി പ്രയത്നിക്കണം, അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം. പടച്ച റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹൻ നാസ് ഇത്തഖുല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ പാരത്രിക മോക്ഷത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾക്ക് ഇല്ലാതെയായാൽ, ഒരാളുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായത് എന്തെങ്കിലും ഉണ്ടായാൽ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക. കേൾക്കണം കേട്ടോ, മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് റബ്ബ് പറയാണ്, വലഖദ് ഊഹിയ ഇലൈക, നിനക്ക് ഞാൻ വഹീ നൽകിയിട്ടുണ്ട്. മുഹമ്മദ് നബിയെ, നിനക്ക് ഞാൻ ഇതാ വഹീ നൽകുന്നു. നിനക്ക് മാത്രമല്ല, വഇലല്ലദീന മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ് ഈ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാർക്കും ഈ വഹീ നൽകിയിട്ടുണ്ട്, ഈ ദിവ്യബോധനം കൊടുത്തിട്ടുണ്ട്. എന്താണ് നിങ്ങള്? ലഇൻ അശ്റക്ത. ശ്രദ്ധിച്ചോണം. രാവ് മുഴുവനും നിസ്കരിച്ച് പകലൊക്കെയും നോമ്പ് നോറ്റ് ഇബാദത്തുകൾ കൊണ്ട് കാലുകളിൽ നീര് വന്ന് അസ്വസ്ഥനാകും വരെ റബ്ബിനെ ആരാധിച്ച മുഹമ്മദ് നബിയോട് അറിഞ്ഞുമറിയാതെയും ഒരു തെറ്റുപോലും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാണ്, ലഇൻ അശ്റക്ത, ലഇൻ അശ്റക്ത, നിന്റെ ജീവിതത്തിലെങ്ങാനും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പരിണിത ഫലം തരങ്ങൾ ലയഹ്ബതന്ന അമലുക. ഇതുവരെ നീ ചെയ്ത മുഴുവൻ അമലുകളും, രാവും പകലും കഠിനാധ്വാനത്തിലൂടെ നീ ചെയ്ത മുഴുവൻ അമലുകളും ബാത്തിലായി പോകും, നഷ്ടപ്പെട്ടു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, എല്ലാം നഷ്ടപ്പെട്ട് നരകാവകാശികളിൽ പെട്ടുപോകുന്നവരിൽ നീ പെട്ടുപോകും. ശ്രദ്ധിച്ചോണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായിട്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അല്ലാഹ് വീണ്ടും പറയാട്ടോ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി ആരെങ്കിലും ജീവിതത്തിൽ വിശ്വാസത്തിലോ കർമ്മത്തിലോ എന്തെങ്കിലും കൊണ്ടു നടന്നാൽ, ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു അവന് സ്വർഗം ഹറാമാക്കും. ആരാവട്ടെ, സ്വർഗം ഹറാമാക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരറിയോ? ഖലീലുള്ള, അള്ളാഹുവിന്റെ സുഹൃത്ത് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഈ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാരിൽ ഒരു മനുഷ്യനെ ജീവിതത്തിന്റെ ധന്യത കൊണ്ട് അള്ളാഹു തന്റെ സുഹൃത്തായി തെരഞ്ഞെടുത്ത ആ സുഹൃത്താണ് ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബി നാളെ പരലോകത്ത് പടച്ച റബ്ബിനോട് തന്റെ ബാപ്പാക്ക് വേണ്ടി ഒരു ചെറിയ ശുപാർശ, പടച്ചോനെ, ഞാൻ ഒരുപാട് സ്നേഹിച്ച എന്റെ ബാപ്പ നരകത്തിലേക്ക് പോകുന്നത് എനിക്ക് പ്രയാസമുണ്ട്, എന്റെ ബാപ്പയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തൂടെ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പയോട് ചോദിക്കുന്ന സമയത്തെ അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറയണേ, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിഷേധിക്കുന്ന ആളുകൾക്ക് സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട് എന്ന് ഇബ്രാഹിമെ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ? ഉണ്ട് റബ്ബേ. നിന്റെ ബാപ്പ ശിർക്ക് ചെയ്തല്ല ജീവിച്ചു മരിച്ചത്? അതേ റബ്ബേ. പിന്നെ എന്തിനാണ് ഇബ്രാഹിം വേണ്ടാത്ത ഒരു ചോദ്യം? ഹദീസിന്റെ ബാക്കി എന്താ നിങ്ങള്? അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറയാ, എന്റെ കാലിന്റെ ചോട്ടിലേക്കൊന്ന് നോക്ക്. ഇബ്രാഹിം നബി കാൽ ചുവട്ടിലേക്ക് നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ബാപ്പ ഒരു കനിവിന് വേണ്ടി, ദയക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ കാൽ ചുവട്ടിൽ കിടന്ന് പെടയാ.
ഇബ്രാഹിം നബി നോക്കി നിൽക്കെ അള്ളാഹുവിന്റെ മലക്കുകൾ ചങ്ങലകളിൽ ബന്ധിച്ച് ഈ മനുഷ്യനെ നരകത്തിലേക്ക് തൂക്കിയെറിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയിൽ സത്യസന്ധമായിട്ട് അങ്ങനെ രേഖപ്പെടുത്തിയേക്കുക. എന്താ അതിന്റെ അർത്ഥം? ഇബ്രാഹിം നബിക്ക് അള്ളാന്റെ അടുത്ത് ഒരു സ്ഥാനമല്ല, സ്വന്തം ബാപ്പാനെ രക്ഷിക്കാൻ പോലും പറ്റിയിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണോ അള്ളാഹുവിന്റെ ഹബീബ് ഈ സംഭവം പറഞ്ഞത്? അല്ലല്ലോ. ഇബ്രാഹിം നബി എന്ന ഖലീലുള്ള ലോകത്തിലെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആ ഉയർന്ന സ്ഥാനത്തുള്ള ആ ഇബ്രാഹിം നബിക്ക് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്തതിന്റെ പേരിൽ തന്റെ ബാപ്പയെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റിയിട്ടില്ല എന്നറിയിക്കാൻ. അല്ലേ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ കഴിഞ്ഞു. പിന്നെ അള്ളാഹുവിന്റെ പൊറുക്കലില്ല, കാരുണ്യമില്ല, ദയയില്ല, സ്വർഗമില്ല, നരകത്തിൽ കാലാകാലം. അല്ലാത്ത തെറ്റുകളൊക്കെ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തന്നേക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹിലെ തെറ്റ് അള്ളാഹ് പൊറുക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി നമ്മൾ കൊണ്ടു നടക്കേണ്ട സംഗതിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കുക. ഞാനിത് പറയുമ്പോ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു വർത്തമാനം ഉണ്ടായേക്കാം. അൽഹംദുലില്ലാഹ്, രക്ഷപ്പെട്ടല്ലോ. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളവരാണല്ലോ. ഒരു ഖബറിന്റെ മുമ്പിലും ഒരു ജാറത്തിന്റെ മുമ്പിലും ഒരു ഔലിയയുടെ മുമ്പിലും മരിച്ചവരോ ജീവിക്കുന്നവരോ ആരുടെ മുമ്പിലും ദിവ്യമായ കഴിവുകൾ ആഗ്രഹിച്ചുകൊണ്ട് എന്തെങ്കിലും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യൂല, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ജീവിക്കുന്ന ആളാണ് എന്ന് നമ്മുടെ മനസ്സ് പറയുന്നില്ലേ? എങ്കിൽ കേട്ടോളൂ ഒരു അപകടത്തിന്റെ വാർത്തയെ പറ്റി. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ കൂട്ടത്തിൽ അറിവ് കൊണ്ടും സ്ഥാനം കൊണ്ടും ഉയർന്ന നിലപാടുള്ളയാളാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് പറയുന്നത്, ഖാല, അദ്ദേഹം പറയട്ടോ, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ. സഹാബത്ത പറയണേ, ഖതബനാ, ഞങ്ങളോട് പ്രസംഗിച്ചു. ആരാ ഞങ്ങള്? ഏതെങ്കിലും കവലയിലെ ജോലിക്കാരോടല്ല, സഹാബത്തിനോടാണ്. അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ത്വൽഹത്തും, അല്ലേ? സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാരായ സ്വഹാബത്ത്. അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് നക്ഷത്രങ്ങളെ പോലെയാണ് എന്ന് പഠിപ്പിച്ച ആ സ്വഹാബത്തിനോട് പ്രവാചകൻ പ്രസംഗിക്കുക. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ. ഒരു ദിവസം പ്രവാചകൻ ഞങ്ങളോട് പ്രസംഗിച്ചു. ഖാല, ആ പ്രസംഗത്തിൽ പ്രവാചകൻ ഗൗരവത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞു. അയ്യുഹന്നാസ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖൂ ഹാദ ശിർക, ഇത്തഖൂ ഹാദ ശിർക, നിങ്ങൾ ശിർക്കിനെ പേടിക്കണം കേട്ടോ. ഞാന് ഈ ബാംഗ്ലൂരിലെ ഈ സലഫി പള്ളിയിൽ വന്ന് തൗഹീദും ശിർക്കും പറയുമ്പോ നിങ്ങൾക്ക് തോന്നിയേക്കും ഇയാളെന്തിനാ സമയം കളയുന്നത്, ഞങ്ങളൊക്കെ തൗഹീദും ശിർക്കൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ഈ പള്ളിക്കലെത്തിയത്, വേറെ എത്ര വിഷയങ്ങളുണ്ട്. തൗഹീദിന് വേണ്ടി നാട് വിട്ടവർ, തൗഹീദിന് വേണ്ടി കുടുംബങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നവർ, തൗഹീദിന് വേണ്ടി ജീവിതത്തിൽ ത്യാഗം സഹിക്കേണ്ടി വന്നവർ, തൗഹീദിന് വേണ്ടി ശത്രുവിന്റെ വാളുകൾക്കിടയിലൂടെ വെട്ടേറ്റ് ചോര ചിന്തി തൗഹീദിന് വേണ്ടി ജീവിച്ചവർ. അവരോട് റസൂൽ പറയണേ, അബൂബക്കറിന് തൗഹീദ് അറിയില്ലേ, ഉമറിന് തൗഹീദ് അറിയില്ലേ, ഉസ്മാന് തൗഹീദ് അറിയില്ലേ, റളിയല്ലാഹു അൻഹും. അവരോട് റസൂൽ പറയണേ, ഇത്തഖൂ ഹാദ ശിർക, ഇത്തഖൂ ഹാദ ശിർക, ഈ ശിർക്കിനെ നിങ്ങൾ പേടിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം, ശിർക്കിനെ പേടിക്കണം കേട്ടോ. ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംലി. നിങ്ങൾ ഇരിക്കുന്ന ഈ കാർപ്പറ്റിന്റെ ഉള്ളിലൂടെ ഒരു ഉറുമ്പ്, ചെറിയൊരു ഉറുമ്പ്, അതിങ്ങനെ അരിച്ചു പോയാ നിങ്ങൾ ആരെങ്കിലും അറിയോ? അതിന് ശബ്ദം ഉണ്ടാവോ? പള്ളിയാകെ കുലുങ്ങോ? തീ പാറുവോ? ഇല്ലല്ലോ. അപ്പോൾ ആരും അറിയില്ല. ആ ഉറുമ്പ് അങ്ങനെ അരിച്ചു പോകും. അതുപോലെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് ശിർക്ക് കയറി വരും. എത്ര തൗഹീദ് ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ എത്ര കൊല്ലം തൗഹീദിന്റെ ഏത് പരകോടിയിൽ ജീവിച്ചയാളാവട്ടെ, ഒരു നിമിഷത്തിന്റെ ദുർബലത, ഒരു രോഗം, കച്ചവടത്തിലെ ഒരു തകർച്ച, കുടുംബപരമായ ഒരു പ്രയാസം, മക്കളുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മളെ കുഴക്കി കളയുമ്പോഴാ ഇബ്ലീസ് വരിക. അവിടെ നിന്ന് പോയോക്കിയ, അതൊന്ന് പറഞ്ഞു നോക്കിയ, ആ നൂലൊന്ന് കെട്ടിയോക്കിയ, ആ ഏലസൊന്ന് വെറുതെ കെട്ടിയോക്കിയ, അവിടെ വെറുതെ ഒന്ന് പോയോക്കിയ, ഒരു നേർച്ച ആക്കി നോക്കിയ, തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ, ഭയപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയിൽ, സങ്കടപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയിൽ, നിരാശയിൽ മുങ്ങുന്ന അവസ്ഥയിൽ
ഒരു പുൽക്കൊടി പോലെ ചിലപ്പോ നമുക്ക് തോന്നിയേക്കും. ഇത്രയായില്ലേ, ഒന്ന് നോക്കിയാലോ, ഒന്ന് പറഞ്ഞാലോ, ഒന്ന് ചോദിച്ചു നോക്കിയാലോ, ഒന്ന് പോയി നോക്കിയാലോ, ഒന്ന് കൊടുത്തു നോക്കിയാലോ, 1000 ഉറുപ്പ്യല്ലേ ഒരു നേർച്ച ആക്കി നോക്കിയാലോ. ഇന്നഹു അഖ്ഫാ, ഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംലി. നിങ്ങൾക്കറിയോ ഈ വിശ്വാസം എന്ന് പറഞ്ഞാലേ അതിന്റെ സ്ഥാനം എവിടെയാ? നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ സ്ഥാനം എവിടെയാ? മൂക്കിന്റെ തുമ്പത്തല്ല, മനസ്സിലാ. വിശ്വാസം മനസ്സിലാ. മനസ്സെവിടെ ആർക്കെങ്കിലും അറിയോ? ലോകത്തിലെ ശാസ്ത്രം ഇന്നോളം ഗവേഷണം നടത്തിയിട്ട് മനസ്സ് എന്ന് പറഞ്ഞാല് എന്താന്ന് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ആ മനസ്സിലാ വിശ്വാസം. നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇപ്പോ എനിക്ക് നന്നായി തോന്നിയ ഒരു കാര്യം കുറച്ചു കഴിയുമ്പോ എനിക്കെന്നെ തോന്നും വേണ്ട, ഞാൻ ഖുതുബ പറയാൻ മറ്റൊരു വിഷയം മനസ്സിൽ വിചാരിച്ചു വന്ന ആളാ. പക്ഷെ രാവിലെ ആ നോട്ട് ഇങ്ങനെ വായിച്ചപ്പോ എനിക്ക് തോന്നി അത് വേണ്ട, ആദ്യം ഇത് പറയട്ടെ. മനുഷ്യന്റെ മനസ്സങ്ങനെയാ. ഇപ്പൊ ശരിയായി തോന്നുന്നത് മറ്റൊരു സമയത്ത് അത് നമുക്ക് തെറ്റായി തോന്നാം. ഇപ്പൊ തെറ്റായി തോന്നുന്നത് കുറച്ചു കഴിയുമ്പോ ശരിയായി തോന്നാം. നല്ല തൗഹീദൊക്കെ പഠിച്ച ചില ആൾക്കാർ ഇപ്പോ നിരീശ്വരവാദികളുടെ ചട്ടകങ്ങളായി ദീനിനെ ചീത്ത പറയുന്നത് നിങ്ങൾ കേൾക്കാറില്ലേ? വിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. എപ്പോഴാ ചാടിപ്പോകുന്നറിയില്ല, എപ്പോഴാ നഷ്ടപ്പെടുന്നറിയില്ല. അതുകൊണ്ട് വിശ്വാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ജാഗ്രത കാണിക്കണം. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച് പടച്ചോനെ, ഞാനും എന്റെ മക്കളും ഏതെങ്കിലും കാലത്ത് ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ തലകുനിക്കുന്ന അവസ്ഥ റബ്ബേ ഉണ്ടാവരുതിട്ടോ. ആരാ പ്രാർത്ഥിച്ചേ? വിഗ്രഹങ്ങളുടെ പൊള്ളത്തരം ഒരു നാടിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വീട് വിടേണ്ടി വന്ന, നാട് വിടേണ്ടി വന്ന, തീയിലെറിയേണ്ടി വന്ന ആ പ്രവാചകനാ പ്രാർത്ഥിച്ചേ. പടച്ചോനെ എന്നെ കാക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് എന്റെ ഈ ബുദ്ധി തെറിച്ചിട്ട് ഞാൻ ഏതെങ്കിലും വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്ന അവസ്ഥ അള്ളാഹുവേ എന്റെ ജീവിതത്തിൽ ഉണ്ടാവരുതിട്ടോന്ന് മഹാനായ പ്രവാചകനാ പ്രാർത്ഥിച്ച്. അള്ളാഹുവിന്റെ റസൂല് രാത്രിയിൽ നിസ്കരിക്കുമ്പോ സുജൂദിൽ കിടന്ന് ഏറ്റവും ഏറെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാ നിങ്ങള്? നിങ്ങൾക്കറിയോ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. എന്താ അർത്ഥം അറിയോ? അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ റബ്ബേ എന്ന് പാതിരാത്രിയിൽ തേങ്ങിക്കൊണ്ട അള്ളാന്റെ ഹബീബ് പ്രാർത്ഥിച്ച്. പിന്നെ നമ്മൾ എങ്ങനെ നിർഭയരാവും? ഞാൻ തൗഹീദ് തന്നെ കാരണം എനിക്കൊരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുക. ഞാൻ എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെ നിർഭയരാവും? നമ്മൾ എങ്ങനെ നിർഭയരാവും? റസൂലുള്ളാഹ് ഈ വാക്ക് പറഞ്ഞപ്പോ സഹാബത്തിന് പേടിയായി. സഹാബത്ത് എഴുന്നേറ്റുന്നു. അല്ലാഹുവിന്റെ റസൂലേ, ഒരാന വരുന്നത് പോലെ കൊമ്പ് കുലുക്കി വരികയാണെങ്കിലേ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും, ഓടി അകലാൻ പറ്റും, തടയാൻ പറ്റും. പക്ഷേ ഇത്ര നിഗൂഢമായി ഈ ശിർക്ക് കേറി വരുമെങ്കിൽ എങ്ങനെ റസൂലെ നമ്മളതിനെ പ്രതിരോധിക്കുക? എങ്ങനെ തടയാ? കേട്ടോളി, അള്ളാന്റെ ഹബീബ് പറയണേ, അതിന് അള്ളാഹുവിന്റെ സഹായം എപ്പോഴും നിങ്ങൾക്കുണ്ടെങ്കിലേ ഈ ലോകത്ത് ശിർക്കിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് പറ്റൂ. മൂസാ നബി എന്തൊക്കെ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടാ ആ ബനൂ ഇസ്രായേലിലെ ശത്രുവിന്റെ മുമ്പിൽ നിന്ന് ചെങ്കടല് പിളർത്തി അത്ഭുതകരമായിട്ടല്ലേ അവരെ രക്ഷപ്പെടുത്തിയത്? ആ മൂസാ നബി 40 ദിവസം വിട്ടുനിന്നപ്പോഴേക്ക് ആ സമൂഹം എവിടെ എത്തി? സാമിരി ഉണ്ടാക്കിയ പശുക്കുട്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥയിൽ ഒരു സമൂഹം മുഴുവനും എത്തിയില്ലേ? ഷിർക്കിലേക്ക് പോകുക എന്ന് പറഞ്ഞാലേ അതിന് നൂറ്റാണ്ടുകളൊന്നും വേണ്ട, ഒരൊറ്റ സംഭവം മതി. നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന എന്തെങ്കിലും ഒന്നുണ്ടായാൽ മതി, തിരിഞ്ഞു പോകും, അപകടം. അപ്പൊ സഹാബത്ത് ചോദിച്ചേ, കൈഫ നത്തഖീഹി വഹുവ അഖ്ഫാ മിൻ ദബീബിൻ നംലി യാ റസൂലല്ലാഹ്, എങ്ങനെ റസൂലേ ഇങ്ങനെ ഗോപ്യമായിട്ടാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ തടയും? ഖാല, കേൾക്കണം, മറക്കരുത്, ഖൂലൂ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമു. പടച്ചോനെ, ഈ ബുദ്ധിയോടെ, ഈ അറിവോടെ അല്ലാഹുവേ ശിർക്കിന്റെ വാതിൽക്കലേക്ക് പോകുന്നതിൽ നിന്ന് റബ്ബേ ഞങ്ങളെ കാക്കണം കേട്ടോ. നാളെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ദിവസത്തിൽ ഒരു ദർഗയുടെ, ഒരു ജാറത്തിന്റെ, ഒരു വലിയന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്ന ദുരവസ്ഥ, ഒരു നേർച്ച, ഒരു പ്രാർത്ഥന, അള്ളാഹുവിന് പകരം അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ വിളിച്ചിട്ട് കാക്കണേ എന്ന് പറയുന്ന ദുരവസ്ഥ അള്ളാഹുവേ എന്റെ ജീവിതത്തിൽ വരുന്നതിൽ നിന്ന് നീ എന്നെ കാക്കണം കേട്ടോ. ഞാൻ പാവ, നമ്മളൊക്കെ പാവ, പടച്ചോനെ കാക്കണം കേട്ടോ. തീർന്നില്ല.
അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ഷൈഅൻ നഅലമു, അറിഞ്ഞുകൊണ്ട് ഈ ബുദ്ധിയോടെ ശിർക്കിലേക്ക് പോകുന്നതിൽ നിന്ന് റബ്ബേ നിന്നോട് ഞങ്ങൾ അഭയം തേടുന്നു. വനസ്തഗ്ഫിറുക, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണം കേട്ടോ. ലിമാ ലാ നഅലം, ഞങ്ങളറിയാതെ ശിർക്കിന്റെ വാക്കോ പ്രവൃത്തിയോ ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ റബ്ബേ പൊറുക്കണം കേട്ടോ. ഈ പ്രാർത്ഥന എത്ര വട്ടം പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന ലോകമുണ്ടല്ലോ, വല്ലാത്ത ലോക. കള്ളക്കറാമത്തുകളും കള്ളൗലിയാക്കളും വേണ്ടാത്തരങ്ങളും അരങ്ങു വാഴുന്ന ലോകത്തെ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളുമൊക്കെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ശക്തമായ പരീക്ഷണം നേടുന്ന കാല. പ്രാർത്ഥിച്ചോളി, എപ്പോഴും മനസ്സിൽ എപ്പോഴും കൊതിണ്ടായിക്കോട്ടെ. റബ്ബേ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെ മരിച്ചാലും ഏത് വണ്ടി ചക്രത്തിന്റെ ഉള്ളിൽ ചതഞ്ഞു മരിച്ചാലും റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിപ്പിക്കണം കേട്ടോ. പ്രാർത്ഥിച്ചോളി. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി അത് ജീവിതത്തിൽ മുറുകെ പിടിച്ചു ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഏറ്റവും വലിയ അപരാധമായ ശിർക്കിന്റെ വാക്കോ പ്രവൃത്തിയോ യാതൊരു തരക്കും ജീവിതത്തിൽ ഉണ്ടാവാതെ പടച്ച റബ്ബ് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്തൊക്കെയായി ഏതൊക്കെ തരത്തിൽ ജീവിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചു ജീവിക്കാൻ ഈമാനും ഇഖ്ലാസും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കള്, നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ യുവത്വമൊക്കെ വേണ്ടത്ര തൗഹീദിന്റെ അഗാധമായ അറിവ് കിട്ടിയിട്ടില്ലാത്ത, അവസരം കിട്ടിയിട്ടില്ലാത്ത പാവങ്ങളാണ്. അവരെ വഴിതിരിക്കാനും നഷ്ടപ്പെടുത്താനും ശിർക്കിന്റെ എല്ലാ കഥകളും കോമരങ്ങളും അഴിഞ്ഞാടുന്ന കാലത്ത് അല്ലാഹുവേ തൗഹീദിൽ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് നിൽക്കാനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീക്ക് നൽകണമേ റബ്ബേ. അല്ലാഹുവേ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. സഹിക്കാൻ പറ്റാത്ത വേദനകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ തകർന്നു പോകുന്ന, മാനം കെട്ടുപോകുന്ന കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ തൗബ ചെയ്യാൻ പോലും സമയം കിട്ടാത്ത പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. എവിടെ വെച്ച് എപ്പോ എങ്ങനെ മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അവസരം നൽകണമേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു തരണമേ റബ്ബേ, കരുണ കാണിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാലിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم ادخلنا الجنة مع الابرار يا عزيز يا غفار. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا اغفر لنا ولوالدينا، اللهم رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.